എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29ലാണ് ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യ സംരക്ഷണം ഉൾപ്പെടുന്നത്. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 69ാം ഭേദഗതി. 69ാം ഭേദഗതിയാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതി. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ദി അതർ സൈഡ് ഓഫ് സൈലൻസ് രചിച്ചത് ആരാണ്? ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ദി അതർ സൈഡ് ഓഫ് സൈലൻസ് രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഉർവശി ഭൂട്ടാലിയ. ഉർവശി ഭൂട്ടാലിയയാണ് ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ദി അതർ സൈഡ് ഓഫ് സൈലൻസ് രചിച്ചത്. ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ എ, അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം എന്നത്. കെ ദേവയാനി ഏത് സമരത്തിൻ്റെ സമര നായികയാണ്? കെ ദേവയാനി ഏത് സമരത്തിൻ്റെ സമര നായികയാണ്? ആൻസർ ഓപ്ഷൻ സി, കരിവെള്ളൂർ. കരിവെള്ളൂർ സമരത്തിൻ്റെ സമരനായികയാണ് കെ ദേവയാനി. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, കെ കേളപ്പൻ. കെ കേളപ്പനാണ് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ്. മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രമായ പ്രദീപത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? മലയാളത്തിൻ്റെ ആദ്യ സായാഹ്ന പത്രമായ പ്രദീപത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, തെരുവത്ത് രാമൻ. തെരുവത്ത് രാമനാണ് മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രമായ പ്രദീപത്തിൻ്റെ സ്ഥാപകൻ. കാലടി അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ്. കാലടി അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സ്വാമി ആഗമാനന്ദ. സ്വാമി ആഗമാനന്ദയാണ് കാലടി അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂറുകാർക്ക് ഈ മുദ്രാവാക്യം ഉയർത്തിയത്? തിരുവിതാംകൂറുകാർക്ക് ഈ മുദ്രാവാക്യം ഉയർത്തിയത്? ആൻസർ ഓപ്ഷൻ സി, മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ്. പാമ്പാടി ജോൺ ജോസഫ് താഴെ പറയുന്ന ഏത് സംഘടനയുടെ സ്ഥാപകനാണ്? പാമ്പാടി ജോൺ ജോസഫ് താഴെ പറയുന്ന ഏത് സംഘടനയുടെ സ്ഥാപകനാണ്? ആൻസർ ഓപ്ഷൻ സി, ചേരമർ സഭ. ചേരമർ സഭയുടെ സ്ഥാപകനാണ് പാമ്പാടി ജോൺ ജോസഫ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ച വർഷം? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി, 1847. 1847ലാണ് ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ചത്. ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ? ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ
ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ, സരോജിനി നായിഡു. സരോജിനി നായിഡുവാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. മെൻഡലിയേവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മെൻഡലിയേവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മെൻഡലിയേവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ എ, എർഗ്. എർഗാണ് ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. ആൻസർ ഓപ്ഷൻ ബി, പിണ്ഡം. പിണ്ഡമാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ എ, മീറ്റർ. മീറ്ററാണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം. ആൻസർ ഓപ്ഷൻ ബി, കുറയും. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ, 2. 2 കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, പ്രോട്ടിയം. പ്രോട്ടിയത്തിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. ശരീരത്തിൽ ഇരുമ്പിനെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ശരീരത്തിൽ ഇരുമ്പിനെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് ശരീരത്തിൽ ഇരുമ്പിനെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ്. ആൻസർ ഓപ്ഷൻ ബി, പ്ലൂറ. പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വെങ്ങാനൂർ. വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഗാന്ധിജി. ഗാന്ധിജിയാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. ആഗമാനം സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആഗമാനം സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, പുതുക്കാട്. പുതുക്കാടാണ് ആഗമാനം സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത്. അക്കാമ ചെറിയാൻ്റെ ജനനം. അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ്റെ ജനനം. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, തട്ടേക്കാട്. തട്ടേക്കാടാണ് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ.
വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ കേണൽ ലീഗർ. കേണൽ ലീഗറാണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടിയിലാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. ആൻസർ ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1697. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1972. 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ സി മുതിരപ്പുഴ. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കൈത്തറി. കൈത്തറിയാണ് മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി പാർലമെന്റ്. പാർലമെന്റിനാണ് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ഉള്ളത്. മതം, വർഗം, ലിംഗം, ജാതി, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. മതം, വർഗം, ലിംഗം, ജാതി, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അനുച്ഛേദം 15. അനുച്ഛേദം 15 മതം, വർഗം, ലിംഗം, ജാതി, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകനെന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത്. ബംഗാളിൽ വിഭജനം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ബംഗാളിൽ വിഭജനം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി വാറന്റ് ഹോസ്റ്റിംഗ്. വാറൻ ഹോസ്റ്റിംഗ് ആണ് ബംഗാളിൽ വിഭജനം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗമരം സ്ഥാപിച്ച നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗമരം സ്ഥാപിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഭോപ്പാൽ. ഭോപ്പാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗമരം സ്ഥാപിച്ച നഗരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്പേസ് വാക്ക് നടത്തുന്ന ആദ്യ മലയാളി വംശജൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്പേസ് വാക്ക് നടത്തുന്ന ആദ്യ മലയാളി വംശജൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അനിൽ മേനോൻ. അനിൽ മേനോനാണ്
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്പേസ് വാക്ക് നടത്തുന്ന ആദ്യ മലയാളി വംശജൻ? പട്ടികജാതി പട്ടികവർഗ സ്ത്രീ സംരംഭകർക്കായി കേരള സർക്കാർ അടുത്തിടെ ആരംഭിച്ച പലിശരഹിത വായ്പ പദ്ധതിയുടെ പേര് എന്താണ്? പട്ടികജാതി പട്ടികവർഗ സ്ത്രീ സംരംഭകർക്കായി കേരള സർക്കാർ അടുത്തിടെ ആരംഭിച്ച പലിശരഹിത വായ്പാ പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി, പ്രിയദർശിനി പദ്ധതി. പ്രിയദർശിനി പദ്ധതിയാണ് പട്ടികജാതി പട്ടികവർഗ സ്ത്രീ സംരംഭകർക്കായി കേരള സർക്കാർ അടുത്തിടെ ആരംഭിച്ച പലിശരഹിത വായ്പ. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ സി ആർ പ്രസാദ്. ഡോക്ടർ സി ആർ പ്രസാദാണ് മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന് ഉത്തരവിട്ട കോടതി. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന് ഉത്തരവിട്ട കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് ട്രാൻസ് ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന് ഉത്തരവിട്ട കോടതി. സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കുഞ്ഞൂസ് കാർഡ്. കുഞ്ഞൂസ് കാർഡാണ് സംസ്ഥാന അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഏതാണ്? 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, MSC ഐറീന. MSC ഐറീനയാണ് 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ.